നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാമായണത്തിലെ ഏറ്റവും പ്രത്യാശയും ഭക്തിയും നിറഞ്ഞ അധ്യായമാണ് സുന്ദരകാന്ഡം. സീതാദേവിയെ കണ്ടെത്തുക എന്ന ദൗത്യവുമായി മഹാവീരനായ ഹനുമാൻ സമുദ്രം ലംഘിച്ച് ലങ്കയിലേക്ക് യാത്ര തിരിക്കുന്നിടത്താണ് ഈ കാണ്ഡം ആരംഭിക്കുന്നത്. ഹനുമാൻ സമുദ്രലംഘനം നടത്തുമ്പോൾ നാഗങ്ങളുടെ മാതാവായ സുരസ ഹനുമാന്റെ ശക്തിയും ബുദ്ധിയും പരീക്ഷിക്കാൻ ഒരു രാക്ഷസീ രൂപത്തിലെത്തി വഴി തടഞ്ഞു. തന്റെ വായ വലുതാക്കി അവൾ ഹനുമാനെ വിഴുങ്ങാൻ ശ്രമിച്ചെങ്കിലും ഹനുമാൻ അതിസൂക്ഷ്മ രൂപം പൂണ്ട് അവളുടെ വായിൽ പ്രവേശിച്ച് പെട്ടെന്ന് പുറത്തു കടന്നു. പരീക്ഷണത്തിൽ വിജയിച്ച ഹനുമാന് സുരസ അനുഗ്രഹം നൽകി യാത്രയാക്കി. ദേവി, ഞാൻ ശ്രീരാമദൂതനാണ്. അവിടുത്തെ ഈ അടയാളം കൈപ്പറ്റിയാലും അസാധ്യത്തെ സാധ്യമാക്കുന്ന ആത്മവിശ്വാസത്തിന്റെയും അചഞ്ചലമായ ഭക്തിയുടെയും ധർമ്മനിഷ്ഠയുടെയും മഹത്തായ സന്ദേശമാണ് സുന്ദരകാന്ഡം നൽകുന്നത്. ശ്രീരാമനാമത്തിന്റെ മഹിമയും ഹനുമാന്റെ പരാക്രമവും സമന്വയിക്കുന്ന ഈ ദിവ്യയാത്ര ഓരോ ഭക്തന്റെയും ഹൃദയത്തിൽ പ്രത്യാശയുടെ പ്രകാശം തെളിയിക്കുന്ന ആത്മീയ അനുഭവമായി മാറുന്നു. ശ്രീമദ് അധ്യാത്മ രാമായണം സുന്ദരകാന്ഡം ആരംഭം പാരായണം ചെയ്യുന്നത് ഗായികയും സംഗീത അധ്യാപികയുമായ വിദ്യാ വിമൽ. കാണാം രാമകഥ മാധുരി. സകല ശുകകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതി സാദരം കാകുൽ സ്ഥലീലകൾ കേട്ടാൽ മതിവരാ കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിയിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. സമുദ്രലംഘനം. ലവണജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢചരണ നളിനയുഗളം മുദാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരരോടമിത ബലസഹിതമുര ചെയ്തിതു. കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശനഹമതി ചപലമംബരേ മാനേന പോകുന്നിതാ ശരേശാലയേ അജതനയ ശരസമധിക സാഹസാലദ്യൈവ പശ്യാമി രാമപത്നീമഹം. അഖില ജഗദധിപനോടു വിരവിലറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമജ്ജന്മനാക്കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരതം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ. കിമപി നഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ കീശപ്രവരരേ ഖേദിയായി കേതുമേ. ഇതി പവനതനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തിപ്പരത്തി
കരങ്ങളും അതിവിപുലകളതലവുമാർജവമാക്കി നിന്ന കുഞ്ചിതാംഘ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണദിക്കുമാലോക്യ ചാടിയിടിനാൻ. മാർഗവിഘ്നം. പദഗപതിരിവ പവനസുതനഥ വിഹായ സ ഭാനുബിംബാഭയാ പൂക്കും ദശാന്തരേ അമരസമുദയമനിലതനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും. ത്വരിതമനിലജമതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശാവരികെന്നതു കേട്ടവൾ ഗഗനപഥി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധൗ മേവിനാൾ. കഠിനതരമലറിയവൾ അവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കവിവര ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചതീശ്വരൻ. വിധി വിഹിതമശനമിതു നൂനമദ്യ ത്വയാ വീരാ വിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ. മമ വദന കുഹരമതിൽ വിരവിനോടു പോക നീ മറ്റൊന്നു മൂർത്തു കാലം കളയായിടോ. സരസമിതി രഭസതരമതനു സുരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ. അഹമഖില ജഗദധിപനമര ഗുരുശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യ വാശ്വോവാവരുന്നതുമുണ്ടു ഞാൻ. ജനക നരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദന കുഹരമതിലപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടുവന്നു പൊക്കിയിടുവൻ. അനൃതമക തളിരിലൊരു പൊഴുതുമറിവീലഹമാശു മാർഗം ദേഹി ദേവി നമോസ്തുതേ. ശ്രീരാമസാഗരത്തിൽ രാമാമൃതം തുടരുന്നു. രാമായണം ഒരു ഇതിഹാസം മാത്രമല്ല, വേദങ്ങളുടെ സാരാംശം ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്ന ദിവ്യഗ്രന്ഥമാണ്. വേദങ്ങൾ ഉപദേശിക്കുന്ന സത്യം, ധർമ്മം, ത്യാഗം, കരുണ, ഭക്തി എന്നീ മഹത്തായ മൂല്യങ്ങൾ ശ്രീരാമന്റെ ജീവിതത്തിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്നു. അതുകൊണ്ട് തന്നെ വേദതത്വമാണ് രാമായണ പൊരുൾ എന്ന് മഹാന്മാർ വിശേഷിപ്പിക്കുന്നു. വേദങ്ങൾ സിദ്ധാന്തമായി പറയുന്ന ധർമ്മത്തെ രാമായണം ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് കാണിച്ചു തരുന്നു. ശ്രീരാമന്റെ ഓരോ പ്രവൃത്തിയും സീതാദേവിയുടെ ക്ഷമയും ലക്ഷ്മണന്റെ സേവാഭാവവും ഹനുമാന്റെ ഭക്തിയും വേദതത്വങ്ങളുടെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. അതിനാൽ രാമായണം വായിക്കുന്നത് ഒരു കഥ അറിയുക മാത്രമല്ല, വേദങ്ങളുടെ ആത്മസത്ത ജീവിതത്തിൽ പകർത്താനുള്ള ആത്മീയ യാത്ര കൂടിയാണ്. അമൃത വിശ്വവിദ്യാപീഠം ഡീനും ഡയറക്ടറുമായ ഡോക്ടർ യു കൃഷ്ണകുമാറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഓം നമഃ ശിവായ. എല്ലാവർക്കും ശ്രീരാമസാഗരത്തിലേക്ക് സാദര പ്രണാമം. രാമായണം എന്ന് വെച്ചാൽ രാമനിലേക്കുള്ള അയനമാണ്, യാത്രയാണ്. ശ്രീരാമൻ കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ ജീവിത ഗതിവിഗതികളിൽ നാം പാലിക്കേണ്ട നീതി, ന്യായം, സ്നേഹം തുടങ്ങിയ എല്ലാ സദ്ഗുണങ്ങളുടെയും അതുപോലെ
ഷഡ് ഐശ്വര്യങ്ങളുടെയും, ഐശ്വര്യം, വീരം, കീർത്തി, ക്ഷീ, ജ്ഞാനം, വൈരാഗ്യം എല്ലാം നാം ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കണം എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് രാമനിലേക്കുള്ള അയനം. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ നാം മാറ്റണം. ജീവിതത്തിലെ ഗതിവിഗതികൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ പുരോഗതി, ജീവിതത്തിൽ അനുഭവിക്കാവുന്ന പ്രതിസന്ധികൾ, നാം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം രാമായണം നൽകുന്ന മൂല്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഋഷിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ മൂല്യങ്ങളെല്ലാം വേദതത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. നാം ഈ അയനത്തിൽ ശ്രീരാമചന്ദ്രൻ കാണിച്ചു തന്നിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ നാം ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നാം പാലിക്കേണ്ട തിതിക്ഷ അഥവാ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ഈ അയനത്തെ എല്ലാ മൂല്യങ്ങളിലൂടെയും നമുക്കൊരു അനുകൂല മനോഭാവം നമ്മളിൽ ഉണ്ടാക്കണം. ഈ അനുകൂല മനോഭാവം ലോകത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് ലോകം നമുക്ക് നൽകുന്ന പ്രതിസ്പന്ദനം അതുപോലെ ആയിരിക്കും. ശ്രീരാമചന്ദ്രൻ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കാണിച്ചു തന്നിട്ടുള്ള ഈ മൂല്യങ്ങളെല്ലാം ചെന്നെത്തിക്കുന്നത് ധാർമ്മികമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ, ധർമ്മത്തിൻ്റെ അടിത്തറയിലൂടെ, നാം സൃഷ്ടിക്കുന്ന വ്യക്തികളുമായിട്ടും സമൂഹമായിട്ടും നാം സൃഷ്ടിക്കുന്ന ബന്ധങ്ങളിൽ എങ്ങനെ ഈ ശാശ്വത മൂല്യങ്ങൾ, രാമായണം ഉദ്ബോധിപ്പിക്കുന്ന ശാശ്വത മൂല്യങ്ങൾ നാം എങ്ങനെ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് ലോകത്തിന് മൊത്തം ഒരു സന്തോഷം നൽകുന്ന പ്രവൃത്തിയാക്കി മാറ്റാം. സ്നേഹത്തിലൂടെയും വിശ്വാസത്തിലൂടെയും സാമൂഹ്യമായിട്ടുള്ളൊരു പ്രതിബദ്ധത ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജീവിത മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നാം ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ സമൂഹങ്ങളെ നാം എങ്ങനെ നല്ല ബന്ധങ്ങളിലൂടെ പുരോഗതിയിലേക്ക് നയിക്കാം, അത് എങ്ങനെ എല്ലാവരിലും സന്തോഷമുണ്ടാക്കാൻ അത് സാധിക്കും എന്നുള്ളത് രാമായണ മൂല്യങ്ങളിലൂടെ നമ്മുടെ കർമ്മരംഗത്ത് കൊണ്ടുവരാൻ നമുക്ക് ഏവർക്കും ശ്രമിക്കാം. ലോകമാതാവായ സദ്ഗുരു ശ്രീ മാതാമൃതാഞ്ജമി ദേവി അമ്മ നമുക്ക് കാണിച്ചു തരുന്നത് മറ്റൊന്നുമല്ല, രാമായണ തത്വം തന്നെയാണ്. ഓം നമഃ ശിവായ. മലയാള ചലച്ചിത്രത്തിൽ ശ്രീരാമ ഭക്തിയെ ഹൃദയസ്പർശിയായി ആവിഷ്കരിച്ച നിരവധി ഗാനങ്ങൾ ഇന്നും ഭക്തരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഭക്തിയും സംഗീതവും മനോഹരമായി ഇഴചേർന്ന ഈ ഗാനങ്ങൾ കേവലം ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ല, ആരാധനയുടെ അനുഭൂതി പകരുന്ന ഭക്തിഗീതങ്ങളുമാണ്. ശ്രീരാമന്റെ ധർമ്മനിഷ്ഠയും കരുണയും മഹത്വവും വരികളിലൂടെയും സംഗീതത്തിലൂടെയും ആവിഷ്കരിച്ച ഈ ഗാനശകലങ്ങൾ തലമുറകൾക്ക് ആത്മീയ പ്രചോദനമായി തുടരുന്നു. മലയാള സിനിമയിലെ രാമായണ സംബന്ധിയായ ഗാനങ്ങൾ നമ്മുടെ സംഗീത പൈതൃകത്തിലെ അമൂല്യ സമ്പത്തായി ഇന്നും ഭക്തിയുടെ സ്വരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു.
കേൾക്കാം രാമാനന്ദം. ശ്രീരാമസാഗരത്തിൻ്റെ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയാണ് രാമാനന്ദത്തിലൂടെ അവതരിപ്പിക്കുന്നത്. മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ രാമസംബന്ധിയായിട്ടുള്ള ഗാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അതിൽ നമുക്കൊപ്പം ചേരാനും സംഗീതം പകർന്നു തരാനുമായി യുവ സംഗീത പ്രതിഭയും ഗായകനുമായിട്ടുള്ള ശ്രീ ശ്രീനാഥ് നമ്പൂതിരി. അദ്ദേഹത്തെ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു, സ്വാഗതം ചെയ്യും. അങ്ങേക്ക് ഏറ്റവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി ശ്രീരാമ സംബന്ധിയായിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടാകാം. അതിലേറ്റവും ഹൃദ്യമായ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനം അത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് ആലപിക്കാമോ? സുമുഹൂർത്തമായി സ്വസ്തി 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 സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ, ദേവകളെ മാമുനിമാരെ, സ്നേഹതാരങ്ങളെ, സ്വപ്നങ്ങളെ, പൂക്കളെ, വിടയാകുമീ വേളയിൽ. കൃത്യമായി പറഞ്ഞാൽ 34 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ 92 റിലീസായ കമലദളത്തിലെ ക്ലൈമാക്സ് ഒരു സിനിമാ ഗാനത്തിലൂടെ അവതരിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെയും രാമായണത്തിൻ്റെ പല ഭാഗങ്ങളും സ്പർശിച്ചിട്ടുണ്ട്. മൺമറഞ്ഞു പോയ അനുഗ്രഹീത തിരക്കഥാകൃത്തും സംവിധായകനുമായിട്ടുള്ള ലോഹിദാസ് രചന നിർവഹിച്ച മറ്റൊരു ചിത്രം അരണ്യങ്ങളുടെ വീട്, ദീനദയാലോ രാമ എന്നുള്ള ആ ഗാനമൊന്ന് ആലപിക്കാമോ? ദീനദയാലോ രാമ ജയ സീതാവല്ലഭ രാമ, ശ്രുതജനപാലക രഘുപതി രാഘവ, ശ്രുതജനപാലക രഘുപതി രാഘവ, പീതാംബരധര പാവന രാമ. ദീനദയാലോ രാമ ജയ സീതാ വല്ലഭ രാമ, ദീനദയാലോ രാമ ജയ സീതാ വല്ലഭ രാമ, ശ്രുതജനപാലക രഘുപതി രാഘവ, ശ്രുതജനപാലക രഘുപതി രാഘവ, പീതാംബരധര പാവന രാമ ഹരേ ജയ രാമ ഹരേ, 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 രാമ ഹരേ ജയ രാമ ഹരേ. ഇനി നമുക്ക് കുറേ അധികം കാലം കൂടി പിന്നോട്ട് പോയാൽ നമ്മൾ എത്തി നിൽക്കുക ഭക്തഹനുമാനിലാണ്. വളരെ പ്രസിദ്ധമായ ഗാനമുണ്ടല്ലോ, ദക്ഷിണാമൂർത്തി സ്വാമി ഈണം പകർന്ന ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച ആ ഗാനം. നമുക്ക് ആ ഗാനം അനുഗ്രഹീത ഗായകനും ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനുമായ ശ്രീ ടി.പി. വിവേകിൻ്റെ ശബ്ദത്തിലൂടെ ശ്രവിക്കാം. രാമ 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 ലോകാഭിരാമ, രഘുരാമ രാമ രാമ,
दाशरथे रामा राम 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 राम. ശ്രീനാഥ്ജി, രാമാനന്ദത്തിലൂടെ നമ്മുടെ ശ്രീരാമസാഗരം എന്ന പരിപാടി അക്ഷരാർത്ഥത്തിൽ ഒരു ശ്രീരാമ സംഗീത സാഗരമായി മാറിയിരിക്കുകയാണ്. അങ്ങേക്ക് നന്ദി. ഒപ്പം ശ്രീ വിവേക്, ഇനിയിപ്പോൾ പാടാനിരിക്കുന്ന ശ്രീലത, രേണുചന്ദ്രൻ എന്നിവർക്കും നന്ദി പറയുന്നു. ഇനി നമുക്ക് അവസാനമായിട്ട് ഈ ഭാഗത്തിൽ നമ്മൾ പരാമർശിക്കേണ്ടത് ധ്വനി എന്ന ചിത്രത്തിലെ വിശ്വപ്രസിദ്ധനായിട്ടുള്ള സംഗീതജ്ഞൻ ശ്രീ നൗഷാദ് സംഗീത സംവിധാനം നിർവഹിച്ച, യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച ധ്വനിയിലെ പ്രസിദ്ധമായ ഗാനം അനശ്വരനായിട്ടുള്ള നമ്മുടെ ചലച്ചിത്രകാരൻ ശ്രീ പ്രേം നസീറിൻ്റെ അവസാന ചിത്രം, ജയറാം, ശോഭന എന്നിവർ ചേർന്ന് അവിസ്മരണീയമാക്കിയ ആ ഗാനം അത് ആലപിച്ചിരിക്കുന്നത് ശ്രീമതി പി സുശീലയാണ്. ജാനകി ജാന എന്ന ഗാനം, ആ ഗാനം നമുക്കായി അവതരിപ്പിക്കുന്നത് രേണുചന്ദ്രനും ശ്രീലതയുമാണ്. നമുക്ക് ശ്രമിക്കാം. രാമ രാമ जानकी जाने राम जानकी जाने कदन निदानं नाहं जाने मोक्ष कवाडं नाहं जाने जानकी जाने राम 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 जानकी जाने राम. विषाद काले सखा त्वमेव भयान्धकारे प्रभा त्वमेव. विषाद काले सखा त्वमेव भयान्धकारे प्रभा त्वमेव. भवाब्धि नौका त्वमेव देवा भवाब्धि नौका त्वमेव देवा. भजे भवन्तं रमाभिरामा भजे भवन्तं रमाभिरामा. जानकी जाने राम 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 जानकी जाने राम. ശ്രീരാമസാഗരത്തിൽ നാളെ ഹനുമൽ സീതാ സംവാദം. അശോകവനത്തിൽ വിരഹവേദനയിൽ കഴിയുന്ന സീതാദേവിയുടെ മുമ്പിൽ ശ്രീരാമന്റെ ദൂതനായി ഹനുമാൻ പ്രത്യക്ഷപ്പെടുന്ന നിമിഷം സുന്ദരകാന്ഡത്തിലെ ഏറ്റവും ഹൃദ്യമായ സന്ദർഭമാണ്. ശ്രീരാമന്റെ മുദ്രമോതിരം സമർപ്പിച്ച് തന്റെ ദൗത്യത്തിന്റെ സത്യാവസ്ഥ ഹനുമാൻ തെളിയിക്കുമ്പോൾ സീതയുടെ മനസ്സിൽ വീണ്ടും പ്രത്യാശയുടെ പ്രകാശം തെളിയുന്നു. നമുക്ക് കാത്തിരിക്കാം. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.